സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതാചാര പ്രകാരം നടത്തുന്ന ചടങ്ങുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. സൂംബ സ്കൂൾ സമയമാറ്റ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് പൊതുമാനദണ്ഡം തയ്യാറാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത്. വിശദമായ പഠനത്തിന് ശേഷം തീരുമാനം നടത്താനാണ് ശ്രമം. സ്കൂൾ സമയമാറ്റത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഇളവ് നൽകുന്നതും തൊട്ടുപിന്നാലെ സൂംബയിലെ രാഷ്ട്രീയ വിവാദത്തിനുമിടയിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതാചാര പ്രകാരം നടത്തുന്ന ചടങ്ങുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നീക്കം ആരംഭിച്ചിട്ടുള്ളത്. മതപരമായ പരിപാടികൾക്ക് പൊതുമാനദണ്ഡം തയ്യാറാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത്. വിശദമായ പഠനത്തിന് ശേഷം തീരുമാനം നടത്താനാണ് ശ്രമം. പ്രാർത്ഥനാഗാനമടക്കം പരിഷ്കരിക്കാനാണ് സർക്കാർ നീക്കം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾ അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പ്രതികരിച്ചു. അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കറിയാം. കാരണം ഉദ്ദേശശുദ്ധിയോടുകൂടി അല്ലല്ലോ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ പാദപൂജ ഒരു മതത്തിന്റെയും ആചാരമല്ല. അത് ഭാരതത്തിന്റെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ നിലവിളക്ക് തെളിക്കുന്നത് പോലുള്ള പൊതുചടങ്ങുകൾ, നിലവിളക്ക് തെളിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒരു നാടിനൊരു സംസ്കാരമുണ്ട്. അതൊരു മതത്തിന്റെ സംസ്കാരമല്ല, അതൊരു നാടിന്റെ ഒരു സംസ്കാരം. അപ്പൊ അതിനെ ഇല്ലാതാക്കാനാണ് എലിയെ പിടിച്ച് ഇല്ലം ചുടുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ടത്. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ABVPയും ആരോപിച്ചു. മാത്രമല്ല ഒട്ടനവധി വിദ്യാർത്ഥി വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന സമയത്ത് അതിനെയെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റ് ആൾക്കാരുടെ കയ്യടി മേടിക്കാം, അല്ലെങ്കിൽ ചില ഒരു മതവിദ്വേഷം ഉണ്ടാക്കി തീർക്കാൻ വേണ്ട ശ്രമമാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്, ഈ സമൂഹത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതികരണവും സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് തീർച്ചയാണ്. വിഷയത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തമാകും. വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനത്തിനുള്ള പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ സർക്കാർ പോകുന്നത്. ജനം, തിരുവനന്തപുരം.